എല്ലാ തിങ്കളാഴ്ച ദിവസവും എല്ലാ വ്യാഴാഴ്ച ദിവസവും അമലുകളെ ഉയർത്തപ്പെടും സഹാബ. ഫയുഗ്ഫറു ലികുല്ലി മുസ്ലിം. ആ ദിവസങ്ങളിൽ അമൽ ചെയ്തിട്ടുള്ളതാകുന്ന സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നിദാനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകി. തിങ്കളും വ്യാഴവും, അതുകൊണ്ടാണ് തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മാഷാ അല്ലാഹ്. എന്തുകൊണ്ട്? നോമ്പുകാരനായിരിക്കെ അമലുകൾ ഉയർത്തപ്പെടുക. ശഅബാൻ മാസത്തിൽ നബി നോമ്പ് പിടിച്ചു മൊത്തത്തിൽ. എന്നിട്ട് നബി എന്താ പറഞ്ഞത്? നോമ്പുകാരനായിരിക്കെ അമലിന് ഉയർത്തപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. തിങ്കളും വ്യാഴവും അമലുകൾ ഉയർത്തപ്പെടും. ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നത് തിങ്കളും വ്യാഴവും. അതുകൊണ്ടാണ് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നോമ്പ് സുന്നത്താക്കിയിട്ടുള്ളത്. എന്തേ തിങ്കളാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത? ഫീഹി ഉലിത്തു, അന്നാണ് എന്നെ പ്രസവിക്കപ്പെട്ടതെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഒക്കെ അനുഷ്ഠിച്ചു വരുന്നവരുണ്ട് നമുക്കിടയിൽ. അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമദാൻ അല്ലാത്ത സന്ദർഭങ്ങളിൽ തന്നെ അത് നിലനിർത്തി വരുന്നവർ ഒരുപാട് പേരുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി തന്നെ 35 വർഷത്തോളമായി ഒരൊറ്റ തിങ്കളും വ്യാഴാഴ്ച ദിവസം എത്ര ഫുഡിന്റെ പരിപാടി പറഞ്ഞാലും നോമ്പ് വിടുവോ? നോമ്പ് വിടൂല. നമ്മളാണെങ്കിലോ ഒരു കുഴിമന്തി കിട്ടാൻ കാത്തിരിക്കുകയാണ്. ബോർഡ് കണ്ടാൽ മതി, അപ്പൊ വണ്ടി ഓട്ടും. അതാണ് നമ്മുടെ അവസ്ഥ. മൊത്തത്തിൽ കുഴിമന്തി. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ. അപ്പൊ അമലുകൾ ഉയർത്തപ്പെടുന്നത് രണ്ടാമത്തെ കൊല്ലമാണ്. ആഴ്ചയിൽ അമലുകൾ ഉയർത്തപ്പെടും, തിങ്കളും വ്യാഴവും. മൂന്നാമത്തതാണ് ഈ പറഞ്ഞത്, എല്ലാ ദിവസവും അമലിന് ഉയർത്തപ്പെടും, സുബഹിക്ക് ശേഷവും അസറിന് ശേഷവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് സുബഹി കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല എന്ന് പറയും. സുബഹി കഴിഞ്ഞ് ഉദയത്തിന് ശേഷമേ ഉറങ്ങാവുള്ളൂ. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്, എന്റെ വല്യുപ്പ അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ, അവിടുന്ന് മവാഹിബുൽ ജലിയിൽ പഠിപ്പിച്ചതാണ്, സുബഹിക്ക് ശേഷം ഉറങ്ങിയാൽ ബറക്കത്തുണ്ടാവൂല, ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാവൂല. നിങ്ങൾ നോക്കിക്കോ, വലിയ ബിരുദധാരികളാകുന്ന മക്കൾ നമുക്കുണ്ടാവും, പക്ഷെ ജോലിയൊന്നുമില്ല. എല്ലാവരും കംപ്ലൈന്റ് പറയും, പാപ്പമാരും ഉസ്താദെ അവനൊരു ജോലി ഇതുവരെ ശരിയായിട്ടില്ല. എന്താ കാര്യം? സുബഹി കഴിയുമ്പോ ഹൈവാൻ ഒറ്റ ഉറക്കാൻ. സുബഹിക്ക് തന്നെ എഴുന്നേക്കൽ കുറവ് ചിലര്. ഇനി അഥവാ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ പിന്നെ അവർ ഒറ്റ കടത്തും. റമദാനിൽ നമ്മൾ ആകെ നിലനിർത്തിക്കൊണ്ട് പോരുന്ന ഒരു അമല് റമദാൻ കഴിഞ്ഞാലും ഏതാണത്? സുബഹി കഴിഞ്ഞുള്ള ഉറക്കം. ബാക്കിയൊക്കെ നിർത്തിയിട്ടുണ്ടാവും. ഖുർആനോത്തില്ല, ദിക്റില്ല, ബാക്കിയൊന്നുമില്ല. റമദാൻ കഴിഞ്ഞാലും പിന്നീടുള്ള 11 മാസവും കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ തുടർത്തിക്കൊണ്ടുവരുന്ന ഒരു അമൽ ഏതാ ഉസ്താദ് എന്ന് ചോദിച്ചാൽ എന്താ പറയാനുള്ളത്? സുബഹി കഴിഞ്ഞുള്ള ഉറക്കം. അൽഹംദുലില്ലാ, ഇതുവരെ അള്ളാഹു അനുഗ്രഹിച്ച് ഇതുവരെ മുടങ്ങിയിട്ടില്ല ഉസ്താദെ. എല്ലാ ദിവസവും ഉറങ്ങാറുണ്ട് 2 മണിക്കൂറെങ്കിലും. അതാണ് ഇന്നത്തെ തലമുറ. അതുകൊണ്ട് തന്നെ ഐശ്വര്യമില്ല, ബറക്കത്തില്ല. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലെ എന്നാണ്. ഐശ്വര്യം ഉണ്ടാവൂല. മക്കളെയൊക്കെ ആ സമയത്ത് എഴുന്നേൽപ്പിച്ചിട്ട് പഠിക്കാനിരുത്തി. അതുകൊണ്ടല്ലേ ഖുർആൻ പഠിക്കുന്ന മക്കൾക്കൊക്കെ വേഗം ഹിഫ്ള്. സ്കൂളിലേയും കയറും അതുപോലെ തന്നെ. നമ്മൾ ആ സമയത്ത് പഠിക്കാനിരിക്കണം. രാത്രി നേരത്തെ കടക്കണം, രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. അതാണ് നമ്മുടെ വിശ്വാസികളുടെ രീതി. അങ്ങനെ തന്നെ വരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഖൗമുൻ സല്ലവു സുബ്ഹ വ ദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലുഅ അശംസു തഅദിലു ഉംറതൻ താമതൻ താമതൻ താമാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വിഭാഗം ആളുകൾ സുബഹി നമസ്കാരത്തിന് ശേഷം ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞോടിയാൽ, ഖൗമുൻ സല്ലവു സുബ്ഹ, സുബഹി നമസ്കാരം കഴിഞ്ഞവർ സുബഹി നിസ്കരിച്ചതിന് ശേഷം അവർ ദിക്റിലായി കഴിഞ്ഞോടുകയാണ്. മാഷാ അല്ലാഹ്, ഹത്താ തത്ലുഅ അശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലായി കഴിഞ്ഞോടിയാൽ, ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊണ്ടാൽ, സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടാൽ, അൽഹംദുലില്ലാഹ് ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടാൽ അവന് കിട്ടുന്ന നേട്ടം എന്തെന്നറിയുമോ? തഅദിലു ഉംറതൻ താമതൻ താമതൻ താമാ. പരിപൂർണമായ
പരിപൂർണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം എല്ലാ ദിവസവും മുടങ്ങാതെ സുബഹി നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ഉദയം വരെ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവർക്ക് അല്ലാഹു സമ്മാനിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കൂറ്റമ്പാറയിലുള്ള പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, എല്ലാ ദിവസവും പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷരീഫിലെത്തി കഅബയെ വലയം വെക്കാൻ നിനക്ക് സാധിക്കില്ലായിരിക്കാം. അതിനുള്ള സാമ്പത്തിക ശേഷി അല്ലാഹു നിനക്ക് നൽകിയിട്ടില്ലാതിരിക്കാം. എന്നാൽ നിന്റെ വീടിനകത്തലങ്ങളിൽ മുടങ്ങാതെ പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടിയുള്ള അവസരം അല്ലാഹു സമ്മാനിക്കുകയാണ്. പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, സുബഹി നമസ്കാരത്തിന് ശേഷം ഉദയം വരെ ദിക്ർ ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞോടിയാൽ തഅദിലു ഉംറതൻ താമാ, പരിപൂർണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം രേഖപ്പെടുത്തുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കാൻ കയറുമ്പോ അവിടെ നിസ്കാരത്തിന്റെ ടൈം ടേബിളിൽ അവിടെ എഴുതിയിട്ടുണ്ട് എന്ത്? ഉദയം, തുലൂഅ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എന്തിനാന്ന് ഓർത്തിട്ടുണ്ടാവും ഇത്രയും നാളായിട്ട്, ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് ഇതിനെ ആചാര്യ നീ സുബഹിസ്കരിക്ക് അകത്തോട്ട് പോകുമ്പോ ഇതിന്റെ സമയം ഒന്ന് നോക്കി വെച്ചിട്ട് പോണേ, എപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കൊണ്ട് ഇറങ്ങിയാൽ മതി. അവ്വൽ സഫിൽ തന്നെ ഇരുന്ന് അവിടെ തന്നെ ഇരുന്ന് ഖുർആൻ ഓത്, ദിക്ർ ചൊല്ല്. ഉദയം വരെ നിലകൊണ്ടുകൊണ്ട് ദിക്ർ ചെല്ലുന്നവന് പരിശുദ്ധമായ ഉംറ നിർവഹിച്ച പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്ന് ഈ ഉമ്മത്തിൽ നിന്ന് എത്ര ആളുകൾ അത് നേടിയെടുക്കുന്നുണ്ട്? മലപ്പുറം ജില്ലയിലെ ആത്മീയമാകുന്ന പരിവേഷം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഈ മണ്ണിൽ, പമ്പറം തങ്ങൾ അന്തിവിശ്രമം ചെയ്യുന്ന മണ്ണിൽ, ഉമർ ഖാദിൽ ബലം കൂത്തിയടക്കമുള്ളതാകുന്ന മഹാന്മാരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹിച്ചതാകുന്ന ഈ മണ്ണിൽ ജീവിച്ചതാകുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് എവിടെയാണ് ആത്മീയമാകുന്ന ഉന്മേഷം ഉണ്ടായി തീർന്നിട്ടുള്ളത്? എവിടെയാണ് നമുക്ക് ഉന്മേഷം ഉണ്ടായിട്ടുള്ളത്? നമുക്കെന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട്? നമ്മൾ എവിടെയാണ് നന്നായിട്ടുള്ളത്? നമ്മുടെ ജീവിതത്തിൽ എത്ര ദിക്ർ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്? ചിന്തിക്കുക. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നു. അടുത്ത ക്യാമറ 4ഉം 5ഉം ക്യാമറയൊന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. 5 ക്യാമറകളാണുള്ളത്. 1 അല്ലാഹു ആണ്, 2 റഖീബ് അതീദ് അലൈഹിമുസ്സലാമാണ്, 3ാമത്തത് മലക്കുകളെ സുബഹിക്കും അസ്റിനും ഇറക്കിക്കൊണ്ട് അല്ലാഹു റൊട്ടേറ്റ് ചെയ്യുന്നു നിന്റെ നന്മത്തിന്മകളെ രേഖപ്പെടുത്താൻ വേണ്ടിയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 4ാമത്തത് അഅ്ളാഉഹു, അവന്റെ അവയവങ്ങൾ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ നമുക്കെതിരായി നാളെ സാക്ഷി നിൽക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ കൈ, നമ്മുടെ കാല്, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഇന്ന് നിന്നോടൊപ്പം തെറ്റ് ചെയ്യാൻ വേണ്ടി നിലകൊണ്ടിട്ടുള്ളതാകുന്ന മുഴുവൻ അവയവങ്ങൾ, ലൈംഗിക ഇതിവൃത്തത്തിന് വേണ്ടി നീ ചെലവഴിച്ചതാകുന്ന സമയങ്ങളും സന്ദർഭങ്ങളിലും നിന്നോടൊപ്പം ചേർന്ന് നിന്നതാകുന്ന നിന്റെ ലൈംഗിക അവയവം ഉൾപ്പെടെ നിനക്ക് നാളെ എതിരാകും. നഊദു ബില്ലാഹ്. അല്ലാഹു നിന്നെ കാക്കട്ടെ. നിന്റെ എല്ലാ അവയവങ്ങളും നിന്റെ ക്യാമറയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് അള്ളാഹു നൽകിയതല്ലാതെ നീ നൽകിയതല്ലല്ലോ. നീ നൽകിയതൊന്നും പകരം വെക്കാൻ പറ്റൂല, ഒന്നും ആവൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ അടുത്തൊരു സഹോദരൻ, ഷുഗർ കൂടിയിട്ട് അദ്ദേഹത്തിന്റെ തള്ളവിരൽ മുറിച്ചു മാറ്റുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാനസികാവസ്ഥ, ടെൻഷൻ കൂടിയിട്ട് പിന്നെ വെന്റിലേറ്ററിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ഷുഗറുള്ള ആളുകൾ, പഞ്ചസാരയുടെ അസുഖമുള്ളവൻ ആദ്യം നോക്കേണ്ടത് എവിടെയാണ്? വിരലാണ്. അല്ലെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തള്ളവിരലും പതുക്കെ അതിന്റെ അടിയിലുള്ള ചിന്നവിരലും ഒക്കെ നോക്കിയേക്കണം. അതിന്റെ അടിഭാഗം പതുക്കെ ഇങ്ങനെ വെള്ളം പതുക്കെ വന്നിട്ട് പഴുത്ത് തുടങ്ങും. പിന്നെ ആ വിരല് മുറിച്ചു മാറ്റേണ്ടി വരും, പിന്നെ കാല് മുറിച്ചു മാറ്റേണ്ടി വരും. അങ്ങനെ മുറിച്ചു മാറ്റേണ്ടി വന്നാൽ പിന്നെ എഴുന്നേക്കൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അസുഖമുള്ളവരെന്ത് ചെയ്തോ, ഇടയ്ക്കിടയ്ക്ക് കാലേ നോക്കിക്കോണം, അവനവന്റെ സ്വന്തം കാല്. വിരലിന്റെ അടിഭാഗം അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നിന്നാണ് പഴുപ്പ് കയറി വരിക. അറിയൂല ഷുഗർ കൂടുതലുണ്ടോ എന്നുള്ളത് അവിടെ നോക്കുമ്പോൾ അറിയും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവയാണ് ഷുഗർ ഉള്ളവർക്ക്. പഴുപ്പ് വന്നാലോ പിന്നെ അത് മാറൂല്ല. അങ്ങനെ പഴുപ്പ് കൂടി കാലിൽ നിന്ന് നെക്കിക്കളഞ്ഞിട്ട് ഡോക്ടർമാര് പറഞ്ഞു വിരല് മുറിച്ചു മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് വെന്റിലേറ്ററിലാണ്. കാരണം എന്താ? മനുഷ്യൻ അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു അവയവം അത് മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പകരം വെക്കാൻ ലോകത്ത് എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ട് സാധിക്കുമോ? ഈ ഒരു വിരലിന് പകരം നമ്മൾ നിർമ്മിക്കുന്നതാകുന്ന വിരലുകൾ കൊണ്ട് സാധ്യമാകുമോ? മറ്റൊരു വിരൽ കൊണ്ട് ഇതുപോലെ അനക്കാൻ സാധ്യമാകുമോ? ഈ ഒരു വിരലിന്റെ പ്രവർത്തനം പോലെ വേറൊരു വിരൽ കൊണ്ട് സാധ്യമാകുമോ? ഒരിക്കലുമില്ല.
ഒന്നിന് പകരം വെക്കാൻ പറ്റൂല. കിഡ്നി എത്ര ആളുകൾ മാറ്റിവെച്ചു. മാറ്റിവെക്കുമ്പോഴും ഡോക്ടർമാർ പറയുന്നു 10 കൊല്ലം കേട്ടോ. അത് തന്നെ ഇൻഫെക്ഷൻ ഇല്ലാതെ നോക്കണേ, ഇൻഫെക്ഷൻ ഇല്ലാതെ നോക്കണേ, ആരോരും സഹവാസമൊന്നുമില്ലാതെ ശ്രദ്ധിക്കണേ. അല്ലേ? എന്തൊക്കെ വിഷയങ്ങളാണ്. കിഡ്നി കൊടുത്തവർക്കും പ്രശ്നം, കിഡ്നി വാങ്ങിയവനും പ്രശ്നം. എന്നാൽ തന്നെ അവർ പറയും 10 കൊല്ലം ഉള്ളു കേട്ടോ. വാൾവ് മാറ്റിവെക്കുന്നു, പറയുന്നു 10 കൊല്ലത്തേക്ക് ആയുസുള്ളൂ, അത് കഴിയുമ്പോൾ വീണ്ടും മാറ്റണം. പൈസ ഉണ്ടെങ്കിൽ നിന്നോ, ഇല്ലെങ്കിൽ പരിപാടിക്ക് നിൽക്കണ്ട. പടച്ച റബ്ബ് നൽകിയിരിക്കുന്ന ഒരു അവയവത്തിന് പകരം വെക്കാൻ ഈ ലോകത്തൊന്നിനും സാധിക്കൂല. അത് മനസ്സിലാക്കി ജീവിക്കാൻ മനുഷ്യൻ നമ്മളൊന്നുമല്ല, നമ്മൾ നിസ്സാരനാണ്. അതാദ്യം മനസ്സിലാക്കാം. നമ്മളിപ്പോഴും അഹങ്കരിക്കാൻ, ഈ ശ്വാസം നിലച്ചാൽ എല്ലാം പോയില്ലേ, എല്ലാം അസ്തമിച്ചു. നഊദു ബില്ലാഹ്. അതുകൊണ്ട് നിന്റെ അവയവങ്ങൾ നിനക്കെതിരായി സാക്ഷി നിൽക്കുന്ന ഘട്ടം വരും. ഹബീബുനാ റസൂലുള്ളാഹി അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. പരിശുദ്ധമായ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. യാസീൻ ഓതുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമല്ലേ യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സഹാബ. വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം അത് യാസീനാണ്, യാസീനാണ്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. ആ യാസീൻ ദിനേന പാരായണം ചെയ്യുന്ന സഹോദര സഹോദരി, അതിലുള്ള പരിശുദ്ധമായ ആയത്തല്ലയോ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നതാകുന്ന വായ, സംസാര വൈഭവത്തിനുള്ളതാകുന്ന നാവ്, ഇതിനെ അല്ലാഹു സീൽ വെക്കുകയാണ്. ഇന്ന് ഈ നാവിട്ടടിക്കുമ്പോൾ ഒരു സംസാര ഭാഷയുണ്ടാവുകയാണ്. ഈ മൈക്കിലൂടെ, ഈ ബോക്സിലൂടെ ആയിരങ്ങൾ അത് ശ്രവിക്കുകയാണ്. ഒരുപാട് സഹോദര സഹോദരിമാര്, റുഹേബയാൻ കുടുംബത്തിലുള്ള ഉമ്മ പെങ്ങന്മാര്, ഒരുപാട് ആളുകൾ ലൈവിലൂടെ വീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. എന്തുകൊണ്ടാണ് സംസാരം കേൾക്കാൻ സാധിക്കുന്നത്? ഈ നാവ് കൊണ്ടുള്ളതാകുന്ന സംസാരമാണ്. എന്റെ ഈ നാവ് അനക്കുന്നത് പോലെ അതിനേക്കാൾ സ്പീഡിൽ ഞാൻ എന്റെ ഈ കൈ ചലിപ്പിച്ചിട്ട് ഇതിൽ നിന്നൊരു സംസാര ഭാഷ ഉണ്ടാവുന്നില്ല. നാളെ പടച്ച റബ്ബ് അത് ഉണ്ടാക്കി തരുകയാണ്. ഖുർആൻ പറയുകയാണ് അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോ, കത്തിയാള് നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പടച്ച റബ്ബിന്റെ കോടതിയിൽ ലോകത്തുള്ളതാകുന്ന എല്ലാ വിശ്വാസിനികളും, എല്ലാ വിശ്വാസികളും, എല്ലാ നിരീശ്വരവാദികളും, എല്ലാ യുക്തിവാദികളും, എല്ലാ മതനിരാസത്തിന്റെ വക്താക്കളും പടച്ച റബ്ബിന്റെ ദർബാറിൽ കൊണ്ടുവന്ന വിചാരണയ്ക്ക് വേണ്ടി നിർത്തുമ്പോ സുബ്ഹാനല്ലാഹ്, അന്ന് ജനങ്ങളുടെ നാവിനെ അല്ലാഹു സംസാര വൈഭവം നഷ്ടപ്പെടുത്തി കളയുകയാണ്. നാവിൽ നിന്നുള്ള സംസാരം അല്ലാഹു അന്ന് നൽകുകയില്ല. കാരണം ദുനിയാവിൽ ഈ നാവ് കൊണ്ട് ഫന പറഞ്ഞവനാണ്, ഈ നാവ് കൊണ്ട് ഫസാദിൽ ഏർപ്പെട്ടവനാണ്, ഈ നാവ് കൊണ്ട് കള്ള ജാമ്യം നിന്നവനാണ്. സുപ്രീം കോടതിയുടെ മുന്നിൽ പോലും മടിയില്ലാതെ, ഉളുപ്പില്ലാതെ, നാണമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ജാമ്യം നിന്നവനാണ്, കളവിന്റെ മേൽ ജാമ്യം നിന്നവനാണ്. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ ഈ നാവ് കൊണ്ട് നിനക്ക് പ്രയോജനമില്ല. ഈ നാവ് അനക്കാൻ പറ്റൂല, പറ്റൂല. വതുകല്ലിമുനാ ഐദീഹിം. അല്ലാഹു പറയുകയാണ്, എന്നോടെന്ന് സംസാരിക്കുന്നത്, നമ്മളോടെന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ കരങ്ങളാണ്. ഈ ദുനിയാവിലെ തെറ്റുകളിലേക്ക് പോയിട്ടുള്ള മനുഷ്യ, അന്യ പെണ്ണിന്റെ ശരീരഭാഷകൾ കണ്ടുകൊണ്ട് ഇക്കിളിപ്പെടുത്തുന്നതാകുന്ന സ്വഭാവങ്ങളോടുകൂടെ ബസ്സിൽ യാത്ര ചെയ്തപ്പോ, ട്രെയിനിൽ യാത്ര ചെയ്തപ്പോ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കരസ്പർശം അമർത്തിയിട്ടുള്ള ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. കാരണം അല്ലാഹുവിന്റെ കോടതിയിൽ ഈ കൈ നിനക്കെതിരാവുകയാണ്, എതിരാവുകയാണ്. കൈകൾ കൊണ്ട് പാതിരാത്രി സമയത്ത് WWE അടിച്ചുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ, വാപ്പ വാങ്ങിച്ചു തന്ന ടാബിലൂടെ, ഉമ്മ വാങ്ങിച്ചു തന്നതാകുന്ന ലാപ്ടോപ്പിലൂടെ മോശപ്പെട്ട തലത്തിലേക്ക് പഠിക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം ഓൺലൈൻ വിദ്യാഭ്യാസം മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോയതാകുന്ന ചെറുപ്പക്കാരാ, പാതിരാത്രി സമയത്ത് വാപ്പയറിയാതെ, ഉമ്മയറിയാതെ, സഹോദരനറിയാതെ, കൂട്ടുകാരറിയാതെ തന്റെ പ്രിയപ്പെട്ട കാമുകിയുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തിയിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരാ, കാമുകനെ
ആദ്യമായി രഹസ്യമായ ഭാഷണം നടത്താൻ ചെലവഴിച്ചിട്ടുള്ളതാകുന്ന പെങ്ങളെ, നീ ടൈപ്പ് ചെയ്തതാകുന്ന നിന്റെ കൈകളില്ലേ, നീ സംസാരിച്ചതാകുന്ന നിന്റെ നാവുകളില്ലേ, എല്ലാ പടച്ച റബ്ബിന്റെ മുന്നിൽ നിനക്കെതിരാവുകയാണ്. നിന്റെ കൈകൾ പടച്ച റബ്ബിനോട് വിളിച്ചു പറയും, അല്ലാഹുവേ, നീ ചെയ്തതാകുന്ന സർവ്വനീചകൃത്യങ്ങൾ, നീ ചെയ്ത പ്രവർത്തനങ്ങൾ, നീ പിടിച്ചതാകുന്ന മോശപ്പെട്ട സ്ഥലങ്ങൾ എല്ലാം നിന്റെ കൈകൾ അല്ലാഹുവിനോട് വിളിച്ചു പറയുകയാണ്. ഇന്ന് നാവിന് അല്ലാഹു നിനക്ക് ശക്തി നൽകിയതുപോലെ സംസാര വൈഭവം നിന്റെ കൈകൾക്ക് അല്ലാഹു നൽകുമത്രേ. തീർന്നില്ല. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നിന്റെ രണ്ട് കാലുകളും പടച്ച റബ്ബിന്റെ ദർബാറിൽ നിനക്കെതിരായി സാക്ഷി നിൽക്കുന്ന ഘട്ടമാണ് മഹ്ശറ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയും, അല്ലാ, ഇന്ന സ്ത്രീയുമായി കിടപ്പറ പങ്കിട്ടവനാണ് അല്ലാ. ഭർത്താവറിയാതെ കാമുകനുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തിയിട്ടുള്ളവനാണ്. ഭർത്താവ് പ്രവാസ ലോകത്തടവിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെടുമ്പോ ആ പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഭർത്താവറിയാതെ ഭർത്താവ് അയച്ചു തരുന്നതാകുന്ന സാമ്പത്തികമാകുന്ന സ്രോതസ് വെച്ചുകൊണ്ട് ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചതാകുന്ന ഭാര്യയാണ്. അവൾ സ്വന്തം ഭർത്താവല്ലാത്ത മറ്റുള്ള കാമുകന്മാരെ വീട്ടിനുള്ളിലേക്ക് വിളിച്ചു വരുത്തി അവരുമായി വേഴ്ച നടത്തിയവളാണെന്ന് അവളുടെ തുടകൾ തന്നെ പടച്ച റബ്ബിന്റെ മുന്നിൽ സാക്ഷ്യം നിൽക്കുന്ന ഘട്ടമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ആരറിഞ്ഞില്ലെങ്കിലും നിന്റെ തുടകൾക്ക് സാക്ഷ്യമുണ്ട്. ആരറിഞ്ഞില്ലെങ്കിലും നീ ചേർത്ത് വെച്ച നിന്റെ തുടകൾ നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ ലൈംഗിക ഇതിവൃത്തത്തിലേക്ക് പോയിട്ടുള്ള ചെറുപ്പക്കാരാ, നിന്റെ തുടയല്ലുകൾ റബ്ബിനോട് സാക്ഷി പറയുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, കൈ പറഞ്ഞത് ശരിയാണ് അല്ലാ, വ്യഭിചരിച്ചിട്ടുണ്ട് അല്ലാ, മോശപ്പെട്ട തലത്തിലേക്ക് പോയിട്ടുണ്ട് അല്ലാ എന്ന കാലുകൾ പടച്ച റബ്ബിന്റെ മുന്നിൽ സാക്ഷ്യം നിൽക്കുന്ന ഘട്ടമാണ് മഹ്ശറ എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഈ ദുനിയാവിൽ മനുഷ്യ, നിന്റെ ക്യാമറകൾ ഏതാണെന്ന് നീ തിരിച്ചറിയണേ. അല്ലാഹു നിന്റെ ക്യാമറയായതുപോലെ, റഖീബ് അതീദ് അലൈഹി വസലാം നിന്റെ ക്യാമറയായതുപോലെ പരിശുദ്ധ പ്രവാചകനെ പറയുകയാണ്, ആ മലക്കുകളെ തന്നെ സുബഹിക്ക് മസരനും കടന്നു വന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ നിനക്കുള്ള നാലാമത്തെ ക്യാമറ നിന്റെ ശരീരത്തിന്റെ നിന്റെ അവയവങ്ങൾ തന്നെയാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നിനക്കെതിരായി നിന്റെ അവയവങ്ങൾ പടച്ച റബ്ബിന്റെ മുന്നിൽ സാക്ഷിപത്രം പറയുമ്പോ മനുഷ്യൻ തന്നെ അവയവത്തോട് ചോദിക്കുമത്രേ, എന്താണ് അവയവങ്ങളെ നീ എനിക്കെതിരിൽ സാക്ഷി നിൽക്കുന്നത്? അപ്പോൾ അവയവങ്ങൾ വിളിച്ചു പറയുകയാണ്, അല്ലാഹു ഞങ്ങളോട് സംസാരിക്കാനുള്ള വൈഭവം നൽകി, ഞങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞു, പറയാതിരിക്കാൻ സാധിക്കുന്നില്ല, ഞങ്ങൾ പറഞ്ഞു പോകുകയാണെന്ന് അവയവങ്ങൾ തന്നെ നാളെ വിളിച്ചു പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ലിമ ശഹിദ്തും അലൈനാ, നിങ്ങൾ എന്താണ് ഞങ്ങൾക്കെതിരിൽ സാക്ഷി നിന്നത് എന്ന് മനുഷ്യൻ അവന്റെ സ്വന്തം കൈയോട് ചോദിക്കുമത്രേ. സ്വന്തം കാലിനോട് നാളെ മഹ്ശറയിൽ ചോദിക്കും, നീ എന്റെ കൂടെയല്ലേ, എന്നോടൊപ്പം നിൽക്കാതെ എനിക്കെതിരായി നീ സാക്ഷി നിൽക്കുന്നത് എന്തിനാണ്? അപ്പോൾ കാല് പറയും, ഞങ്ങൾ സാക്ഷി നിന്നത് അല്ലാഹു ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള വൈഭവം നൽകി, പറയാതിരിക്കാൻ കഴിയില്ല. അല്ലാഹു സംസാര വൈഭവം നൽകി പറയാൻ പറഞ്ഞു, പറയാതിരിക്കാൻ സാധിക്കുന്നില്ല, എല്ലാം പറയും. അപ്പൊ അവയവം, നിന്റെ കൂടെ നടക്കുന്ന ഈ അവയവങ്ങൾ തന്നെ നാളെ നിനക്ക് എതിരായി സാക്ഷി നിൽക്കും എന്നാര് പറഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹി ആണ് പറഞ്ഞത്. നിന്റെ അവയവങ്ങൾ നിന്റെ ക്യാമറയാണ്. നീ ഇപ്പൊ ഈ പ്രവർത്തിക്കുന്നതൊക്കെ ഈ കൈ ഇങ്ങനെ സാക്ഷിയാണ്. ഈ രാത്രിയിൽ നിന്ന് WWE അടിച്ച് സണ്ണീലിയനെ കാണാൻ വേണ്ടി വെമ്പുന്നതൊക്കെ ആര് കാണുന്നുണ്ട്? എല്ലാം നിന്റെ കൈ കാണുന്നുണ്ട്. ഈ കൈ എല്ലാം അതെല്ലാം രേഖപ്പെടുത്തി വെച്ചു. നീ ടൈപ്പ് ചെയ്തതും എല്ലാം, എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി വെച്ചു. എല്ലാ ദിവസവും രാത്രി കയറിയിട്ട് KGF അതിന്റെ വല്ല ഉണ്ടോടെ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവാൻ ഫുൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. സിനിമ ഡൗൺലോഡ് ആയോ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കൈ എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ അടയാളപ്പെടുത്തുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അഞ്ചാമത്തെ ക്യാമറ, ലാസ്റ്റ് ക്യാമറ, മക്കാനുഹു, നീ ചെയ്യുന്നതാകുന്ന നന്മത്തിന്മകൾ ഏത് സ്ഥലത്താണോ ആ സ്ഥലം അടയാളപ്പെടുത്തുന്നുണ്ട് ആ കാര്യമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
അതുകൊണ്ടാണല്ലേ നമ്മളിപ്പോ ഈ വാത് പറയുന്ന ഈ സ്ഥലം, ഞാൻ ഇരിക്കുന്ന ഈ കസേര, ഈ ഭൂമി, ഈ സ്ഥലം നാളെ എനിക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും. എന്തിന്? ഇന്ന സ്ഥലത്ത് കുറ്റമ്പാറയിൽ ഇന്ന സ്കൂളിന്റെ ഇന്ന ഗ്രൗണ്ടിൽ വന്നിട്ട് ഇന്ന ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഖുർആൻ ഓതി ദീൻ പറഞ്ഞു കൊടുത്തു, സാക്ഷി നിൽക്കും. നിങ്ങൾക്ക് സാക്ഷിപത്രമാണ്. നിങ്ങളിരിക്കുന്ന കസേരയും നിങ്ങളിരിക്കുന്ന ഈ സ്ഥലങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും. എന്തുകൊണ്ട്? നിങ്ങൾ ഇരിക്കുന്നത് ആത്മീയമാകുന്ന ഇൽമ നുകരാൻ വേണ്ടിയും അതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. നോമ്പുകാരായി ക്ഷീണിച്ച് നിലകൊള്ളുന്ന സമയത്തും ദാഹിച്ച് പരവശരാകുന്ന സമയത്ത് പോലും ചൂടേറ്റുകൊണ്ട് നിലകൊള്ളുന്ന സമയത്ത് പോലും പരിശുദ്ധമായ ദീൻ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിച്ച സമയമില്ലേ? നിങ്ങൾ പള്ളിയുടെ അകത്തലങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നവനല്ലേ? നീ നിസ്കരിച്ച മുസല്ലകൾ നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും. അതുകൊണ്ടാണ് ഓരോ 2 റക്അത്ത് കഴിയുമ്പോഴും ഒന്ന് മാറി നിൽക്കാൻ പറയുന്നത്, അല്ലേ? കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു മസല? എന്തിനാ അത്? ആ സ്ഥലങ്ങൾ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാനാണ്. ഒന്നാമത്തെ സഫും അതുകൊണ്ട് ആ സഫിന്റേതാകുന്ന വലത്തെ ഭാഗത്തിൻ്റെതാകുന്ന മഹത്വവും ഇമാമിനോട് ചേർന്ന് നിൽക്കുന്നതിന്റെ മഹത്വം കൊണ്ട് ചിലരെന്ത് ചെയ്യൂല, ഇങ്ങോട്ടും മാറൂല. കാരണം ആ ശ്രേഷ്ഠത ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നു. നമ്മൾ സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോ പള്ളിയിൽ ചെന്നു, ളുഹറിന്റെ സുന്നത്ത്, ളുഹറിന് മുമ്പ് എത്ര റക്അത്തുണ്ട്? 4 റക്അത്ത്. മൻ സല്ലാ അർബഅൻ ഖബ്ല അൽ-ളുഹ്രി വബഅദഹു ഹറമഹുല്ലാഹു അലന്നാർ. ളുഹറിന് മുമ്പ് 4ഉം ളുഹറിന് ശേഷം 4ഉം ആരെങ്കിലും സുന്നത്ത് നിസ്കരിച്ചാൽ നരകീയ മോചനം അവന് ഉറപ്പാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ 2 റക്അത്ത് ആദ്യം നിസ്കരിച്ച് എന്നിട്ട് മാറി നിസ്കരിച്ച് 2 റക്അത്ത് കുറച്ച് അങ്ങോട്ട് മാറി നിസ്കരിച്ച്. വീട്ടിലാവുമ്പോ അങ്ങനെ ചിലപ്പോൾ പറ്റിക്കണമെന്നില്ല. കാരണം എല്ലാ സ്ഥലവും ശുദ്ധി ഉണ്ടായിക്കണമെന്നില്ല. ശുദ്ധി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുമില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. വീട്ടിലെപ്പോഴും ഒരു സ്ഥലം തയ്യനായിരിക്കും. ഇപ്പൊ എല്ലാവരും ഒരു നിസ്കാര മുറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം നജസൊന്നും പറ്റാത്ത രീതിക്കുള്ള ഒരു സൗകര്യമാകുന്ന ഒരു റൂം സൗകര്യം പലപ്പോഴും സ്ത്രീകൾ ആ കാര്യം ശ്രദ്ധിക്കാറില്ല. സ്വഹാബത്തിനോട് നബിതങ്ങൾ സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, കാന യഅ്മുറുനാ ബിൽ മസാജിദി അൻ നസ്നഅഹാ ഫി ദിയാരിനാ വനുസ്ലിഹ സുൻഅതഹാ വനുതഹിറഹാ. ഞങ്ങളെ വീട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കുന്നതിന് നബിതങ്ങൾ ഞങ്ങളോട് എപ്പോഴും കൽപ്പിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പള്ളി ഉണ്ടാക്കി ഒരു കൊടിയും കയറ്റിയിട്ട് വലിയ സിന്ദാബാദ് വിളിച്ചു വയ്ക്കാനല്ല, മറിച്ചെന്താ ഫിത്ന ഉണ്ടാക്കാനല്ല, വീട്ടിനുള്ളിൽ ഒരു നിസ്കാരമുറി റെഡിയാക്കാൻ നബിതങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അന്ന് അക്കാലഘട്ടത്തിൽ 1400 വർഷം മുമ്പ്. എന്നിട്ടോ അത് നല്ല വൃത്തിയായി സൂക്ഷിക്കുക, അവിടെ നല്ല ശുദ്ധിയായി സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് ആര് ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു? നബിതങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ അങ്ങനെ ചെയ്യുകയും ചെയ്യുമായിരുന്നു അന്ന് മുതൽ. ഇന്നും അൽഹംദുലില്ലാ വീടൊക്കെ വിപുലീകരിക്കുന്നവരൊക്കെ ഒരു നിസ്കാരമുറിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്, നല്ലത് തന്നെയാണ്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങൾ ശുദ്ധിയായിരിക്കണം, വീട് എപ്പോഴും ശുദ്ധിയാകണം. അത് ഈമാനിന്റെ ഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ്. ഒരു കുട്ടി മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ആ മൂത്രം അങ്ങോട്ട് വടിച്ച് ആദ്യം എടുക്കണം. പലപ്പോഴും ചില സഹോദരിമാർ അവിടെ കൊണ്ടുവന്നിട്ട് വെള്ളം ഇങ്ങോട്ട് പാരും ഒന്നായിട്ട്, അതോടെ ബാക്കിയുള്ള സ്ഥലം കൂടെ ഹറാബ്. അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒന്നായിട്ട് 2 പിടുത്തം. അങ്ങനെയല്ല വേണ്ട. ഒരു ഉണങ്ങിയ തുണിയായിട്ട് വന്നിട്ട് ആ അയിനു നജസ, കട്ടിയുള്ള നജസ ആദ്യം എടുക്കുക. അത് കാഷ്ടമാകട്ടെ മൂത്രമാകട്ടെ അതിങ്ങ് വടിച്ചെടുക്കുക. എന്നിട്ട് പിന്നീട് വീണ്ടും ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും വടിക്കുക. വീണ്ടും മൂന്നാമത് ഒരു അല്പം വെള്ളം ഒഴിച്ചെടുത്ത് ക്ലിയറായി, നല്ല റാഹത്ത്. ഒക്കെ മസല എത്രയോ റാഹത്താണ്. ആ ഭാഗം ഒന്നും പ്രശ്നമില്ലാത്ത രീതിക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. ഒക്കെ ശ്രദ്ധിക്കണം നമ്മൾ. ഒരു നനഞ്ഞ തുണിയിട്ട് ഒന്നായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ വീട്ടിൽ നിസ്കരിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ട് എങ്കിൽ മാറി മാറി സ്ഥലങ്ങൾ വെക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, നല്ലത് തന്നെയാണ്. എന്തിന്? ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, നീ ഒരു തിയേറ്ററിൽ പോയിരുന്നു കൊണ്ടൊരു പടം കാണുമ്പോ ആ സ്ഥലം നിനക്ക് എതിരായി സാക്ഷി നിൽക്കാൻ, നിനക്കെതിരായി സാക്ഷ്യപത്രമാവുകയാണ്. എത്രയോ ചെറുപ്പക്കാരാണ് ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ പോലും KGF 2 ഇറങ്ങിയപ്പോഴും മോശപ്പെട്ട സിനിമകൾ കടന്നു വന്നപ്പോഴും ഒക്കെ തിയേറ്ററിൽ പോയിരുന്നു കൊണ്ട് കണ്ടതാകുന്ന മുസ്ലിം ചെറുപ്പക്കാര് നാമധാരികൾ എത്ര ആളുകളാണ്. മുമ്പൊന്നും റമദാനിൽ ഒരു പുതിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളൊന്നും റിലീസ് ചെയ്യാൻ തയ്യാറാകില്ലായിരുന്നു. എന്താ കാര്യം? കാരണം ഈമാനിന്റെ മക്കൾ കാക്കാമാര് വരൂല എന്നവർക്കൊരു ബോധം ഉണ്ടായിരുന്നു. ഇപ്പൊ അവരത് റിലീസ് ചെയ്യാൻ തുടങ്ങി. മുമ്പ് എപ്പോഴാ റിലീസ് ചെയ്യാ? പെരുന്നാളിന് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം. കാരണം ഏറ്റവും കൊടിയ ശൈത്താനെ കിട്ടണം, എന്നാലേ ഉള്ളു പടം വിജയിക്കുള്ളൂ. അതിനാണ് വെള്ളിയാഴ്ച ദിവസം റിലീസ് വെക്കുന്നത്. തെറിച്ചിട്ടില്ലേ? പറഞ്ഞത് ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് അഭിപ്രായമുള്ളവരെന്ന് കൈ ഉയർത്തിക്കും. തിയേറ്ററിൽ പോകുന്നവരുടെ എണ്ണം കിട്ടും. അതല്ലേട്ടെ വെറുതെ പറഞ്ഞു. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കണം. ശരിയല്ലേ? വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ പെരുന്നാളിന്റെ ദിവസം റിലീസ് ചെയ്യുന്നത്, പടങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത് എന്നാ. അതിന്റെ സംഭവം
ഭയങ്കര ബറക്കത്തുള്ള ദിവസമായതുകൊണ്ടാണോ? അത് നോക്കിയിട്ട് ഒരു റിലീസ് ചെയ്യാണോ ആ ബറക്കത്ത് ഉദ്ദേശിച്ച്? ഒന്നുമല്ല, നമ്മുടെ കൗമ് വരണം, എന്നാലേ ഇത് വിജയിക്കുള്ളൂ. ഇപ്പൊ ഇത് റമദാന് തന്നെ റിലീസ് ചെയ്യാം, റമദാൻ 10, റമദാൻ 15 നല്ല രാവ് നോക്കി റിലീസ് ചെയ്യാം. എന്താ കാര്യം? എന്നാലും നമ്മുടെ ടീമുകൾ വരുമെന്നേ, നല്ല കൊടിയ ശൈത്താന്മാരുണ്ട്, അമാര് വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എന്താ, ഈ 550 കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ് വളരെ കുറഞ്ഞ ദിവസം, 5 ദിവസം കൊണ്ട് ഒരു സിനിമകൾ. 550 കോടി രൂപ. കോടികൾക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാലഘട്ടം. മുമ്പ് 100 കോടി വന്നപ്പോഴേ തന്നെ ഇളകി മറിഞ്ഞ ആളുകളുണ്ട് ഇവിടെ. 550 കോടി രൂപ. ഇതൊക്കെ എവിടുന്നാണ്? ആരുടെ പൈസയാണ്? ആരുടെ പൈസയാണ്? ദീനുള്ള വ്യക്തികളാണ് നമ്മളൊക്കെ. എന്നിട്ട് എവിടെയാണ് പൈസ ചെലവഴിക്കുന്നത്? അതും റമളാനിൽ. അല്ലാഹു നീ കാക്കണേ അല്ലാ. നീ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നബിയുനാ റസൂലുള്ളാഹി. നിന്റെ സ്ഥലം അടയാളപ്പെടുത്തും. നീ പോയിരിക്കുന്ന കസേര എവിടെ ഇരുന്നാണോ, ഏത് തിയേറ്ററിലാണോ, എവിടെ ഇരുന്നാണോ നീ തെറ്റിക്കുന്നത്, വിചരിക്കാൻ ഏത് വിചാരശാലയിൽ പോയിരുന്നിട്ടാണോ ചെയ്യുന്നത്, അതെല്ലാം ആ സ്ഥലം കൂടി അടയാളപ്പെടുത്തും. അപ്പൊ 5 ക്യാമറകൾ നമ്മൾ പറഞ്ഞു. 5 ക്യാമറകൾ പറഞ്ഞു. അല്ലാഹു റഖീബ് അതീദ് അലൈഹിമുസ്സലാം മലക്കുകളെ തന്നെ റൊട്ടേറ്റ് ചെയ്യും. സുബഹിക്കും വൈകിട്ടും വേറെ മലക്കുകൾ. 3-മത്തത് അതാ. 4-മത്തത് അവന്റെ അവയവങ്ങളാണ്. 5-മത്തത് അവന്റെ സ്ഥലങ്ങളാണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അവന്റെ അവയവങ്ങളും സ്ഥലങ്ങളും എന്ന് വേണ്ട, ഇതെല്ലാം പൊറുക്കപ്പെടാൻ, ചെയ്തതാകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കപ്പെടാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണെന്നറിയോ? എന്താ? നസൂഹായ തൗബയാണ്. നസൂഹായ തൗബ. വൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങലല്ലാതെ രക്ഷയില്ല. ചെറുപാപങ്ങൾ പൊറുക്കാനുള്ള മാർഗങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഒരു 5-8 കാര്യങ്ങൾ കൂടെ പറയാം, ശ്രദ്ധിച്ചോ. ഹദീസ് ഓതി തന്നെ പറയാം, ശരിക്കും ശ്രദ്ധിക്കണേ. ചെറുപാപങ്ങൾ പൊറുക്കാൻ, ചെറിയ പാപങ്ങൾ അതും ഇഷ്ടം പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. ഹദീസ്, കുറച്ച് ഹദീസ് ഓതാ, എന്താ ശരിക്കും ശ്രദ്ധിച്ചോ. ഒന്ന് വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് പള്ളിയിലേക്ക് പോകുക. സ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുരുഷന്മാര് പോകുന്നത് ജമാഅത്തിന് വേണ്ടി, അത് തന്നെ എന്താണ്? പാപം പൊറുക്കാൻ കാരണമാണ്. ഹദീസ് കേട്ടോ, ഹദീസാണ്, വെറുതെ പറയല്ല, ഹദീസ് ഓതി പറയും. പാപം പൊറുക്കാനുള്ള മാർഗങ്ങൾ പറയാണ്. കാരണം ഇപ്പൊ നമ്മൾ നിലകൊള്ളുന്നത് ഏത് സമയത്താ? പറയാം, ഏത് സമയത്താ? ഉച്ച സമയത്ത്. റമദാൻ മാസത്തിൽ മഗ്ഫിറത്തിന്റെ 10, പാപമോചനത്തിന്റെ 10ലാണ് നിലകൊള്ളുന്നത്. 2 ദിവസം കൂടെ ഉള്ളു എന്തിന്? മഗ്ഫിറത്തിന്റെ 10 ഇവിടെ പറയാൻ. അതുകൊണ്ട് ഈ സമയത്ത് പറയുന്നതിന് പ്രസക്തിയുണ്ട്. നല്ലതുപോലെ ശ്രദ്ധിക്കും നിങ്ങൾ. പാപം പൊറുപ്പിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ ഇതാ ശ്രദ്ധിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തതഹറ മിൻ ബൈതിഹി ثم خرج إلى المصلى ليقضي فريضة من فرائض الله كانت خطواته إحداهما تحت خطايا والأخرى ترفع درجتا. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബ ആരൊരുവൻ വീട്ടിൽ നിന്ന് wudu ചെയ്ത് ശുദ്ധികലശം നടത്തി പള്ളിയിലേക്ക് യാത്ര തിരിച്ചവനുണ്ടോ, പള്ളിയിലേക്കുള്ള നിന്റെ യാത്ര, ആ യാത്ര പോകലിലൂടെ അള്ളാഹു നിനക്ക് പാപം പുറത്ത് നൽകുകയാണ്. ثم خرج إلى المصلى ليقضي فريضة من فرائض الله. ഫർളായ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അവൻ പള്ളിയിലേക്ക് പോയാൽ കാനതു ഖുതുവാതുഹു യഹദാഹുമാ തഹത്തു ഖതായാ. ആ പള്ളിയിലേക്കുള്ളതാകുന്ന ഓരോ ചുവടുവെപ്പും നിന്റെ വലതുകാല് വെക്കുമ്പോൾ അല്ലാഹു നിന്റെ പാപങ്ങൾ പുറത്തു നൽകുകയാണ്. വൽഖറാ തർഫഉ ദറജത. അടുത്ത കാല് നീ വെക്കുമ്പോൾ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുന്നതിനോടൊപ്പം നിനക്ക് സ്വർഗത്തിലേക്കുള്ള പദവി അല്ലാഹു ഉയർത്തി നൽകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പള്ളിയിലേക്കുള്ള നിന്റെ യാത്ര തന്നെ നിന്റെ പാപം പൊറുക്കാൻ നിദാനമാണ്. വലതുകാല് വെക്കുമ്പോൾ നിന്റെ പാപങ്ങൾ പൊറുക്കുകയാണ്. അടുത്ത ഇടതുകാല് വെക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള പദവി ഉയരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനൂ സലമ ഗോത്രത്തെ കുറിച്ചൊരു കാര്യം അറിയുകയാണ്.
മദീന പള്ളിയുടെ പരിസരത്ത് സ്ഥലം വിൽക്കാനുണ്ടെന്നറിഞ്ഞപ്പോൾ ആ സ്ഥലം കച്ചവടം ചെയ്തുകൊണ്ട് സ്വന്തമാക്കി അവിടെ ഒരു മനോഹരമായ വീട് പണിയണമെന്നുള്ള ആശയമായി ബനൂ സലമ ഗോത്രക്കാര് മദീന പള്ളിയിൽ നിന്ന് ദൂരെ താമസിക്കുന്നതാകുന്ന വിഭാഗമാണ്. അവർ ചിന്തിച്ചപ്പോ അവർ അതിനുവേണ്ടി ബ്രോക്കർമാരുമായി സംഭാഷണം നടത്തിയത്. അല്ലാഹുവിന്റെ റസൂല് വിവരം ലഭിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ബനൂ സലമ ഗോത്രക്കാരെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ഈ മദീനയുടെ പള്ളി പരിസരത്ത് സ്ഥലം വാങ്ങിയിട്ട് നിങ്ങൾ താമസിക്കേണ്ട ഇപ്പോൾ. എന്തുകൊണ്ടാണ്? ദിയാറുക്കും തുക്തബു ആസാറക്കും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിദൂരത്തുള്ളതാകുന്ന നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ പള്ളിയിലേക്കുള്ളതാകുന്ന നിങ്ങളുടെ നടത്തമില്ലേ, അത് നിങ്ങൾക്ക് നാളെ സ്വർഗത്തിലേക്കുള്ള പദവി വരാൻ കാരണമാണ്, നിങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിച്ചെടുക്കാൻ നിദാനമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അപ്പം സ്വല്പം ദൂരെ തന്നെ താമസിച്ചാൽ മതി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? കൂലി കിട്ടുന്നത്. എത്ര ദൂരത്ത് നിന്ന് ജമാഅത്തിന് വേണ്ടി വരുന്നോ അത്രയും കൂലിയാണ്. നടന്നു വരുന്നതിന് പ്രത്യേകം കൂലി. ഇനി നടക്കുന്നില്ല, ഒരാൾ വാഹനത്തിനാണ് വരുന്നത്, ആയിക്കോട്ടെ, ആ വാഹനത്തിനാണ് വരുന്നതെങ്കിലും ചവിട്ടടിയുടെ കൂലി അവന് ലഭിക്കാൻ. ചവിട്ടടിയാണ് അവിടെ കണക്കാക്കുന്നത്. വാഹനത്തിൽ വണ്ടി ഓടിച്ച് വന്നാലും ഓരോ ചവിട്ടടിക്കും, ഒരു ചവിട്ടടിക്ക് പാപം പൊറുക്കും, അടുത്ത ചവിട്ടടിക്ക് എന്താണ്? സ്വർഗത്തിലേക്കുള്ള പദവി ഉയരും. മാഷാ അല്ലാഹ്. പാപങ്ങൾ പൊറുക്കാൻ കാരണം, പാപം പൊറുപ്പിച്ചെടുക്കാനല്ലേ നമ്മൾ പരിശ്രമിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഈ പറഞ്ഞത്. 2, വുളൂ ദായിമാക്കണം. എല്ലാവരും ഈ സദസ്സിൽ നിലകൊള്ളുന്ന എല്ലാ സഹോദര സഹോദരിമാരും റമളാൻ മാസത്തിൽ മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്തൊക്കെ വുളൂ നിത്യമാക്കണം. വുളൂ എടുക്കുന്നത് വലിയ പുണ്യമാണ്. വുളൂ എടുക്കുന്നതിലൂടെ പാപമോചനം ലഭിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി മുഖം കഴുകുന്നതിലൂടെ അവന്റെ താടിരോമങ്ങളിലൂടെ പുറത്തേക്ക് വെള്ളം ഇറ്റിറ്റ് വീഴുമ്പോൾ മുഖത്ത് നിന്നും മുഖം കൊണ്ടവൻ ചെയ്തിട്ടുള്ള എല്ലാ ചെറുപാപങ്ങളും അള്ളാഹു പുറത്തു നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുമ്പോൾ അവന്റെ വിരലിലൂടെ പുറത്തേക്ക് തെറിക്കുന്നതാകുന്ന വെള്ളം, അതിലൂടെ അവന്റെ കൈകൾ കൊണ്ടവൻ ചെയ്തതാകുന്ന ചെറുപാപങ്ങൾ പൊറുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കാല് രണ്ടും റാഹത്തായിട്ട് നെരിയാണിക്ക് മുകളിൽ കയറ്റി കഴുകുമ്പോ ആ കാലുകൊണ്ടവൻ ചെയ്തിട്ടുള്ളതാകുന്ന ഏതെല്ലാം പാപങ്ങളുണ്ടോ ആ ചെറുപാപങ്ങളൊക്കെ പുറത്തു നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തല അവൻ തടവുമ്പോ തലയിലേതാകുന്ന രോമകൂപങ്ങൾ കണക്ക് അവൻ എവിടൊക്കെ സ്പർശിക്കുന്നുണ്ടോ അതിന്റെ എണ്ണം കണ്ടുകൊണ്ട് അവന്റെ ചെറുപാപങ്ങൾ പുറത്തു നൽകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. വുളൂ എടുക്കുന്നതിന്റെ മഹത്താൻ. അപ്പൊ വുളൂ നിത്യമാക്കണം. മലമൂത്ര വിസർജനം നടത്തുമ്പോഴാണല്ലോ അധികവും വുളൂ പോവുക. ഇനി കീഴ്വായി പോകുന്ന സന്ദർഭത്തിനാണെങ്കിലും വേഗം തന്നെ വുളൂ അങ്ങ് പുതുക്കുക. അങ്ങനെ ഒരു ശീലം വന്നാൽ തന്നെ വളരെ റാഹത്താണ്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും വുളൂ വേണം. വുളൂ എടുത്തിട്ട് വേണം, മക്കളെയൊക്കെ വുളൂ എടുപ്പിച്ചിട്ട് വേണം കിടത്താൻ. അങ്ങനെ വേണം, അതൊരു ശീലമാക്കണം. നമ്മൾ കിടക്കയിരിക്കണം, അവിടെ ഇരുന്നിട്ട് ഫാത്തിഹ സൂറത്ത്, ആയത്തുൽ കുർസി, ആമന റസൂലു, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇത്രയും സൂക്തങ്ങൾ ഊതി കൈവെള്ളയിൽ ഊതി ഇശ്ഫി ഊതിയിട്ട് തല മുതൽ ഇങ്ങനെ തടവണം, കാലുവരെ തടകണം.